ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. ലിസൺ കെയർഫുള്ളി ടു ദ ടീച്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ കഥ വായിക്കാം. അതിനുള്ള ചോദ്യങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. മക്കൾ അതിന് ആൻസർ ചെയ്യണം. റിയ വാസ് എ cheerful 10 years old girl. She had a short black hair. She always wore a bright red ribbon. റിയ loved animals. റിയ 10 വയസ്സുള്ള സന്തോഷവതിയായൊരു പെൺകുട്ടിയാണ്. അവരുടെ ഹെയർ എങ്ങനെയുള്ളതാണ്? കറുത്ത ഷോർട്ട് ആൻഡ് ബ്ലാക്ക് ഹെയർ ആണ്. അവൾ എപ്പോഴും കടും ചുവപ്പുള്ള റിബൺ, ബ്രൈറ്റ് റെഡ് റിബൺ ധരിച്ചിരുന്നു. അവൾക്ക് അനിമൽസിനെ ഇഷ്ടമായിരുന്നു. One evening, Riya was walking back from the school. She heard a cry. It was a small brown puppy. The puppy was laying under a big tree. സ്കൂളിൽ നിന്ന് വൈകുന്നേരം റിയ തിരികെ നടക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഒരു കരച്ചിൽ കേട്ടു. അതൊരു ചെറിയ തവിട്ട് നിറമുള്ള നായ്ക്കുട്ടിയായിരുന്നു. നായ്ക്കുട്ടി എവിടെ കിടക്കുന്നത്? വലിയൊരു മരത്തിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്നു. It had a white patch on his head. അതിൻ്റെ തലയിൽ ഒരു വെളുത്ത പൊട്ടുണ്ടായിരുന്നു. The puppy's leg was trapped under a stone. The puppy looked frightened. നായ്ക്കുട്ടിയുടെ ലെഗ്സ്, കാലുകൾ എവിടെയാണ്? ഒരു കല്ലിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. പപ്പി ലുക്ക്ഡ് ഫ്രൈറ്റൻഡ്. പപ്പിക്ക് ഭയമുണ്ടായിരുന്നു. അത് പപ്പിനെ ഭയത്തോടെ കാണപ്പെട്ടു. ഓ പുവർ തിങ്, റിയ സെഡ് സോഫ്റ്റ്ലി. അയ്യോ പാവം, റിയ സോഫ്റ്റായിട്ട് പറഞ്ഞു. സോഫ്റ്റ്ലി മൃദുലമായ അല്ലേ? ഡോണ്ട് ക്രൈ ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. കരയരുത് ഡിയർ, ഞാൻ നിന്നെ സഹായിക്കാം. ഈ ജെന്റിലി റിമൂവ്ഡ് ദ സ്റ്റോൺ. അവൾ പതിയെ കല്ലു നീക്കി. റിമൂവ്ഡ് നീക്കുക, ഒഴിവാക്കുക. ദ പപ്പി വാസ് ഹാപ്പി. ഇറ്റ് വാഗ്ഡ് ഇറ്റ്സ് ടൈൽ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ. ഹാപ്പിയായി, അത് വാലാട്ടി അവളെ നോക്കി. വാഗ്ഡ് ആട്ടുക, ടൈൽ വാൽ. നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റിയ ലവ്ഡ് ഡാഷ്. എ ബേർഡ്സ്, ബി അനിമൽസ്, സി ഫ്ലവേഴ്സ്, ഡി ഗെയിംസ്. ആൻസർ ബി ആണ്, അനിമൽസ്. 2, റിയ ഹിയേർഡ് എ ഡാഷ്. ഹിയേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുക. റിയ എന്താണ് കേട്ടത്? ആൻസർ ക്രൈ, കരച്ചിലാണ് കേട്ടത് അല്ലേ? റിയ ഫൗണ്ട് എ പപ്പി. വേർ വാസ് ഇറ്റ്? എവിടെയാണ് പപ്പിനെ കണ്ടത്? നൽകിയിട്ടുണ്ട്. എ അണ്ടർ എ കാർ, ബി അണ്ടർ എ ബിഗ് ട്രീ, സി ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്, ഡി നിയർ ഹെർ ഹോം. ആൻസർ അണ്ടർ എ ബിഗ് ട്രീ. 4ാമത്തെ ക്വസ്റ്റ്യന്, റിയ സ്റ്റോറി ടെൽസ് എബൌട്ട്. റിയയുടെ സ്റ്റോറി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എ ഫ്രണ്ട്ഷിപ്പ്, ബി ലവ് ടുവേർഡ്സ് അനിമൽ, സി ഹോബീസ്, ഡി സ്കൂൾ. ആൻസർ ബി ആണ്, ലവ് ടുവേർഡ്സ് അനിമൽസ്. 5ാമത്തെ ക്വസ്റ്റ്യന്, ഡോണ്ട് വെറി ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. ഹൂ സെഡ് ദിസ്? വിഷമിക്കേണ്ട ഡിയർ, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് ആരാണ് പറഞ്ഞത്? ആൻസർ റിയ. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. താഴെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് തന്നിട്ടുള്ള ചോദ്യം, ഫസ്റ്റ് ആക്ടിവിറ്റി ടീച്ചർ വായിച്ച് തന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. ലിസൺ ആൻഡ് റൈറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ഇൻ എ ക്വൈറ്റ് ഗ്രീൻ ഫോറസ്റ്റ് ദർ ലിവ്ഡ് എ cheerful ലിറ്റിൽ റാബിറ്റ് നെയ്മഡ് മിന്നു. മിന്നു വാസ് സ്മാൾ ബട്ട് ഷീ വാസ് വെരി ക്ലെവർ. എവരി മോർണിംഗ് ഷീ ഹോപ്പ്ഡ് ഔട്ട് ഓഫ് ദ ബറോ ലുക്കിംഗ് ഫോർ ഫുഡ്. ഒരു കാട്ടിൽ മിന്നു എന്ന സന്തോഷവതിയായ ഒരു റാബിറ്റ് ജീവിച്ചിരുന്നു, താമസിച്ചിരുന്നു. ചെറുതാണെങ്കിലും അവൾ നല്ല മിടുക്കിയാണ്. എവരി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ മാളത്തിൽ നിന്ന് ഭക്ഷണം പ്രതീക്ഷിച്ച് പുറപ്പെടും. സണ്ണി മോർണിംഗ് മിന്നു ഫൗണ്ട് എ ബിഗ് ക്യാരറ്റ് നിയർ ദ റിവർ. വെയിലുള്ളൊരു പ്രഭാതത്തിൽ, വെയിലുള്ള രാവിലെ മിന്നു നദിക്കരയിൽ വലിയൊരു ക്യാരറ്റ് കണ്ടെത്തി. സൂൺ പെട്ടെന്ന് എ ഹംഗ്രി ഫോക്സ് അപ്പിയർ ദർ.
വിശന്ന് വലഞ്ഞൊരു ഫോക്സ്, ഒരു കുറുക്കൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. ലിറ്റിൽ റാബിറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഫോക്സ് പറഞ്ഞു, ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുയലാണ്, ലിറ്റിൽ റാബിറ്റാണ്. മിന്നു ഫ്രൈറ്റൻഡ്, മിന്നു പേടിച്ചു. ബട്ട് ഷീ ക്വിക്ക്ലി ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് മിന്നുവിനൊരു ഐഡിയ തോന്നി. ഹോ മിസ്റ്റർ ഫോക്സ്, ഷീ സെഡ് പൊളൈറ്റ്ലി, യു കനോട്ട് ഈറ്റ് മീ നൗ. അവൾ മാന്യമായിട്ട് പറഞ്ഞു, ഓ മിസ്റ്റർ ഫോക്സ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ തിന്നാൻ കഴിയില്ല. യു കനോട്ട് ഈറ്റ് മീ നൗ. ലുക്ക് അറ്റ് ദ ഷാഡോ ബിഹൈൻഡ് യു. നിങ്ങളുടെ പിന്നിലുള്ള നിഴൽ നോക്കൂ. എ ലയൺ ഈസ് കമ്മിങ് ടു ഈറ്റ് ബോത്ത്. ഒരു സിംഹം നമ്മെ രണ്ടുപേരെയും തിന്നാൻ വരികയാണ്. എ ലയൺ. ദ ഫോക്സ് ടേൺ അറൗണ്ട് ഇൻ ഫിയർ. ഇറ്റ്സ് ദ ടൈം. മിന്നു ക്വിക്ക്ലി ടുക്ക് ദ ക്യാരറ്റ് ആൻഡ് ഹോപ്പ്ഡ് എവേ ഫാസ്റ്റ്. ഒരു സിംഹമോ? ഇത് കേട്ട് ഫോക്സ് തിരിഞ്ഞു നോക്കി. ആ സമയം കൊണ്ട് മിന്നു എന്ത് ചെയ്തു? പെട്ടെന്ന് ക്യാരറ്റ് എടുത്ത് വേഗം ചാടിപ്പോയി. ദ ഫോക്സ് ഡു നോട്ട് ഫൈൻഡ് എനി ലയൺ ബിക്കോസ് ദർ വാസ് എ നോ ലയൺ അറ്റ് ആൾ. കുറുക്കന് ഒരു സിംഹത്തെയും അവിടെ കണ്ടില്ല, കാരണം അവിടെ സിംഹം ഉണ്ടായിരുന്നില്ല. മിന്നു റീച്ച്ഡ് ദ ഹോം ആൻഡ് ഈറ്റ് ദ ക്യാരറ്റ്. മിന്നു വീട്ടിലെത്തി ക്യാരറ്റ് കഴിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിന്നു ഈസ് എ ഡാഷ്. ഓപ്ഷൻ വായിക്കണ്ടല്ലോ. ആൻസർ സി ആണ്, റാബിറ്റ്. രണ്ട്, വാട്ട് ഡിഡ് മിന്നു ഫൈൻഡ് നിയർ ദ റിവർ. എന്താണ് മിന്നു റിവറിൻ്റെ അടുത്ത് കണ്ടെത്തിയത്? എ ബിഗ് ക്യാരറ്റ്. ബി ആണ് ആൻസർ. ഹു വാണ്ടഡ് ടു ഈറ്റ് മിന്നു. മിന്നുവിനെ കഴിക്കാൻ ആർക്കാണ് ആഗ്രഹം? ആൻസർ ഫോക്സ്. 4, ഫൈൻഡ് എ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് അഫ്രൈഡ്. കഥയിൽ നിന്ന് ഭയപ്പെടുക എന്ന വാക്ക് കണ്ടെത്തുക, അതായത് സമാന പദം. ആൻസർ ഫ്രൈറ്റൻഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്തിട്ടുള്ള വാക്കുകൾ വായിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ദ ഫോക്സ് ഈസ് അഫ്രൈഡ് ഓഫ് ദ ലയൺ. കുറുക്കന് സിംഹത്തെ പേടിയാണ്. ബി, മിന്നു ഗോട്ട് ഫ്രൈറ്റൻഡ് ഓൺ സീയിങ് ദ ഫോക്സ്. കുറുക്കനെ കണ്ടപ്പോൾ മിന്നു ഭയന്നു. സി, ദ ലയൺ വാസ് ബിഹൈൻഡ് ദ ഫോക്സ്. കുറുക്കൻ്റെ പിന്നിലായിരുന്നു സിംഹം. ഡി, ദ ഫോക്സ് ടേൺ ടു സീ ദ ലയൺ. കുറുക്കൻ സിംഹത്തെ കാണാൻ തിരിഞ്ഞു. ശരിയായ ആൻസർ എ, ബി, ഡി. ഓപ്ഷൻ എ ആണ്. ആക്ടിവിറ്റി 3, പിക്ചർ സ്റ്റോറി. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ ഷോർട്ട് നെറേറ്റീവ്. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് 2 കുട്ടികൾ സ്കൂൾ പോവുകയാണ്. അവർക്ക് വഴിയിൽ നിന്നും ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടി. അവരത് അവരുടെ ടീച്ചറെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അമ്മനെ ഏൽപ്പിച്ചു, അങ്ങനെ എഴുതാം. അവരെ അസംബ്ലിയിൽ അനുമോദിച്ചു. ദിൽന ആൻഡ് ഹെർ ബ്രദർ ഇസ്ഹാഖ് were going to school. That's when they found a necklace on the road. Look, Ishaq, isn't this a gold necklace? Dilna asked. Let's give it to the teachers. They both handed it to the teacher and congratulated both of them in the assembly. ഞാൻ ജസ്റ്റ് ഒന്ന് നൽകിയിട്ടുള്ളതാണ്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, അതിൽ കോൺവെർസേഷൻ. മിന്നു ഈസ് ഫോണ്ട് ഓഫ് സ്റ്റോറി. ഷി വാണ്ട് ടു ടേക്ക് സം ബുക്സ് ഫോർ റീഡിങ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിന്നു ആൻഡ് ഹെർ ടീച്ചർ. മിന്നുവിന് കഥകൾ വളരെ ഇഷ്ടമാണ്. അവൾക്ക് വായിക്കാൻ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. മിന്നുവും അവരുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റിൽ മിന്നു ചോദിച്ചിട്ടുണ്ടാവും, ടീച്ചർ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ? ടീച്ചർ, ക്യാൻ യു ഗിവ് മീ സം ബുക്സ്? വിച്ച് ബുക്ക് ഡു യു വാണ്ട്? ഏത് പുസ്തകമാണ് നിനക്ക് വേണ്ടത്? ഐ വാണ്ട് ബുക്ക് വിത്ത് സ്റ്റോറീസ്. മിന്നു പറയാണ്, എനിക്ക് കഥകളുള്ള പുസ്തകങ്ങളാണ് വേണ്ടത്. ടീച്ചർ, ആർ യു ഒൺലി സ്റ്റോറി ബുക്ക്? നിനക്ക് കഥ പുസ്തകം മാത്രം മതിയോ? മിന്നു, യെസ്, ഐ റിയലി ലൈക്ക് റീഡിങ് സ്റ്റോറി. എനിക്ക് കഥകൾ വായിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. ആക്ടിവിറ്റി 4 ബി കോൺവെർസേഷൻ. ദിൽന ആൻഡ് ഹെർ ബ്രദർ ഇസ്ഹാഖ് റാൻ ഇൻ ടു ദ ലിവിംഗ് റൂം. സേവ് ദെയർ മദർ ലേയിങ് ഓൺ ദ ഫ്ലോർ. ഇത് ഫസ്റ്റ് യൂണിറ്റിലേതാണ് അല്ലേ. ദിൽനയും അവരുടെ ബ്രദർ ഇസ്ഹാഖും ലിവിംഗ് റൂമിൽ പോയപ്പോൾ അവരുടെ അമ്മ ഫ്ലോറിൽ കിടക്കുന്നത് കണ്ടു. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്.
മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. പ്രവർത്തനം 5 അഡ്വർടൈസ്മെൻറ്റ്. പരസ്യം തയ്യാറാക്കാനാണ് നൽകിയിട്ടുള്ളത്. സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 4 പ്രിപ്പയർ സം ഡെലീഷ്യസ് കേക്ക് വിത്ത് ഹെർ ഹെൽപ്പ് ഓഫ് ദർ ക്ലാസ് ടീച്ചർ. ദേ വാണ്ട് ടു എ സെല്ലർ ദിസ് കേക്ക്. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ ടീച്ചറുടെ സഹായത്തോടെ രുചികരമായ കേക്ക് തയ്യാറാക്കി. ഇനി ഇത് വിൽക്കാനുള്ള കേക്കുകളുടെ പരസ്യം തയ്യാറാക്കുക. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. മുകളിലായിട്ട് മക്കളൊരു കേക്ക് വരയ്ക്കണം. താഴെയായിട്ട് ഇങ്ങനെ ഷോപ്പിൻ്റെ പേര് എഴുതുക. ഡെലീഷ്യസ് കേക്ക് പരസ്യം നൽകുക. ആക്ടിവിറ്റി 5B പോസ്റ്റർ. ദീദി ആൻഡ് ദ ചിൽഡ്രൻ വാണ്ടഡ് ടു കീപ്പ് ദ വില്ലേജ് ക്ലീൻ ആൻഡ് ടൈഡി. They plan to prepare poster display in the village. Prepare the poster. ദീദിയും കുട്ടികളും ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഗ്രാമത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നൽകിയിട്ടുള്ളത്. പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ മക്കൾ വൃത്തിയായിട്ട് ചിത്രം വരച്ച് കളർ നൽകണം. അതുപോലെ കോളത്തിൽ കളർ നൽകാൻ പാടില്ല. അതിൽ കോളത്തിൽ വൃത്തിയായിട്ട് എന്തെങ്കിലും ഒരു വാക്ക്, ആരോഗ്യം നമ്മുടെ സമ്പത്ത്, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഇത് മക്കളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ LSS ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിൽ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്ററൊക്കെ നൽകുക കേട്ടോ. ഓക്കെ, മക്കളൊന്ന് ചെയ്ത് നോക്കണം. ഫുൾ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ LSS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. മക്കൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു.